ഞങ്ങൾ അമ്മേനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയത് എന്നിട്ടൊന്ന് അമ്മയ്ക്ക് അറിയില്ല എല്ലാവർക്കും ശരിക്ക് സുഖമായിരുന്നില്ല. പിന്നെ നമ്മൾ മുൻപേ ഉള്ള പോലത്തെ എന്തൊരു വയ്യായ്ക അമ്മയ്ക്ക് തോന്നി. അപ്പം 1 മാസം കഴിഞ്ഞിട്ടാണ് ഇന്നലെ ചെല്ലാൻ പറഞ്ഞത്. പക്ഷെ അതിൻ്റെ മുന്നേ തന്നെ അതെ അമ്മ മോരാക്കി വെച്ചതാണ്. പക്ഷെ അതൊരു പുളിയില്ല, എന്നത് കളയാനും വയ്ക്കണില്ല. അപ്പം അവിടെ തന്നെ അടച്ചു വെച്ചതാ. അമ്മ പാല് ബാക്കിയുള്ളതേ ഇതാ അപ്പം അടച്ചിട്ട് മൂലയ്ക്കാണ്. അപ്പം ഞങ്ങൾ അങ്ങനെ ഇടവന്ന സിരിഹാജി നമ്മൾ പോണ ഡോക്ടറിനെ പോയി. കുഴപ്പമൊന്നുമില്ല, ഒരാഴ്ചക്ക് മരുന്ന് തന്നിട്ട് സ്കാൻ ചെയ്യാൻ പറഞ്ഞിട്ട് കുറവില്ലെങ്കിൽ. അപ്പോൾ എന്താ വിളിച്ചന്വേഷിച്ചു, നമുക്ക് നേരിട്ട് ക്ലിനിക്കിലേക്ക് വിളിച്ചു. അപ്പോൾ ഇവിടെ കാണിക്കാൻ പറഞ്ഞു. ക്ലിനിക്കല്ല ഡി ക്ലിനിക്ക് ഇടന്നതിൻ്റെ കാണിക്കണേ. തൽക്കാലം ഇവിടെ കാണിക്കാൻ പറഞ്ഞു, അല്ലെങ്കിൽ അങ്ങോട്ട് തന്നെ കൊണ്ടുവരാൻ പറഞ്ഞു. പെട്ടെന്ന് ഒരാഴ്ച സ്കാനിങ് എടുത്ത് നോക്കിയിട്ട് ഇതിപ്പോൾ അമ്മയ്ക്ക് ശ്വാസം മുട്ടലും ചുമയും എല്ലാം കൂടി ഇങ്ങോട്ട് ഒപ്പാട് വന്നു. അതാണ് ഉണ്ടായത്. ഇപ്പോൾ ആ ഫാനുള്ളിലേക്ക് ചൂടാണ് പറഞ്ഞിട്ട് ഒരു ഫാന് അപ്പോൾ അങ്ങോട്ട് ഫിറ്റ് ചെയ്ത് കൊടുത്തിരുന്നേ. അത് മുഖത്തേക്ക് തന്നെയാണ് ആ കാറ്റ് കിട്ടുന്നത്. അതുകൊണ്ടാണ് അറിയില്ല കഫക്കെട്ട് ഉണ്ടായത്. കഫക്കെട്ട് ഉണ്ടായപ്പോൾ ഒപ്പം ശ്വാസം മുട്ടലും ഉണ്ടായി. എന്തിനും പറയുന്നത് വയ്യാതെയായി. അപ്പം നാളെ മുന്നേ ഒരു വയ്യായിട്ട് അമ്മയ്ക്കായിട്ട് തോന്നിയിട്ടുണ്ട്. പക്ഷെ അത് ഞങ്ങൾക്ക് ആരോട്ടും പറഞ്ഞിട്ടില്ലേന്നു. പക്ഷെ ഇന്നലെ പിന്നെ അതിലേറെ ആയപ്പോഴാണ് പറഞ്ഞത്. അങ്ങനെ ഇപ്പോൾ കൊണ്ടുപോയിട്ട് പേടിച്ചിട്ടുണ്ട്. സത്യമായിട്ട് ഞങ്ങൾ രാത്രി ഒന്നും ചെയ്യാൻ പറ്റൂലല്ലോ, കാരണം നമ്മൾ കാണിക്കുന്ന ഹോസ്പിറ്റൽ 5-6 മണി വരെയൊക്കെ ഉണ്ടാവുള്ളൂ. വിശേഷം പോയി പറഞ്ഞു കഴിഞ്ഞപ്പോ അങ്ങനെ വീഡിയോ എടുത്ത് കഴിഞ്ഞപ്പോ തുടങ്ങിയിട്ട് അപ്പൊ എന്തായാലും ചെന്നേക്കിനെ റെഡി കുഞ്ഞോട് പോയി. അപ്പൊ അങ്ങനെ ഇന്നലെ വീഡിയോയില് കമന്റ് ഇട്ടിട്ടുണ്ട് ആള്. സിന്ധേച്ചിനെ കാണാനായിട്ട്. സിന്ധേച്ചിനെ നമുക്ക് എപ്പോഴും കാണാൻ കിട്ടുമോ? സിന്ധേച്ചിനെ കെട്ടിച്ചു പോകണ്ട സിന്ധേച്ചിക്ക്. അപ്പൊ അമ്മയ്ക്ക് വയ്യായിട്ട് ഇന്ന് വന്നത് ബാക്കൂടെ പോയി തന്നെ കാണൂല. കഴുത്തിൽ കിണിക്കിണി കെട്ടി കൊടുക്കൊണ്ട് പിന്നെ അതിൽ പോയാലും കേൾക്കുമല്ലോ. പിന്നെ സന്ധ്യച്ച് വന്നിട്ടില്ല കേട്ടോ. സന്ധ്യച്ച് പിന്നെ ആ പണിക്ക് പോവല്ലേ, പണി മുടക്കാതെ പോയിട്ടുണ്ട്. ഇപ്പൊ 2 ദിവസം ഇവിടുന്ന് പോയിട്ടുള്ളൂ. ഇപ്പൊ സന്ധ്യച്ച് പിന്നെ രാവിലെ അവിടെ നിന്ന് വരുന്ന ബസ്സിൽ തന്നെ ഇങ്ങോട്ട് പോകുന്നു. അങ്ങനെ ഞങ്ങള് 4 ആളും കൂടിയാണ് പോയത്. അപ്പൂസിനെ കൂടെ ആക്കി. അപ്പൂസിന് ഞാൻ സാധനം കൊണ്ടെടുത്തിട്ടുണ്ട്. അത് അതിമ കെട്ടി മറിയണം. ഇതൊക്കെ സ്വീറ്റ് കോൺ ആണ്. കിടക്കാണ്, പറഞ്ഞതിന്റെ ക്ഷീണാണ്. അധികം ദൂരമൊന്നുമില്ല, എന്നാലും പോയ ക്ഷീണം തന്നെയല്ലേ ഹോസ്പിറ്റലിലേക്ക് അല്ലേ. അപ്പൂന് നോക്കി ഞങ്ങൾ ഈ സാധനം വാങ്ങാനൊന്നുമില്ല കേട്ടോ. ഇത് കണ്ടപ്പോൾ ഞാൻ എനിക്ക് കമ്പ ഈ ചോളം അവിടുന്ന് കണ്ടാ ഇഷ്ടമാണ്. പക്ഷെ ഇതാണെന്ന് അറിയില്ലായിരുന്നു. അപ്പൊ ചോദിച്ചപ്പോൾ സ്വീറ്റാണ്, നല്ല സ്വീറ്റ് തന്നെയാണ് പറഞ്ഞ പോലെ തന്നെ. നമ്മൾ നീലഗിരിയൊക്കെ പോണ സമയത്തേ നമുക്ക് പുഴുങ്ങിയിട്ട് മുളക് തരും. അങ്ങനെ എന്തൊരു ടേസ്റ്റ് നമ്മൾ പിടിച്ചെടുത്തത്. ഇത് പുഴുങ്ങിയിട്ട് പിന്നെ എന്തൊരു മോഡ് അവിടുത്തെ പോലെ നീലഗിരിത്തെ പോലെ. എല്ലാവരും പ്രാർത്ഥിക്കാം. പ്രാർത്ഥിച്ചോളും. അതാണ് ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ തരുന്നത്. നമ്മളിപ്പോൾ അങ്ങനെ റസ്റ്റ് എടുക്കട്ടെ. റസ്റ്റ് എടുത്ത് ഇനി പെട്ടെന്ന് ഒരാഴ്ചയും കൂടി കുറവില്ലെങ്കിൽ നമ്മൾ നേരിട്ട് ആഫീസിലേക്ക് പോകണം. നമ്മളവിടെ നമ്മളെ ഡീറ്റെയിൽസ്, അമ്മേൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെയാണ്. എന്താ പരിപാടി? ഇതേതാ കമ്പ? സാധാ കമ്പ? അമ്മേനെ കാണിച്ചിട്ട് അമ്മയ്ക്ക് കുറച്ച് ശീലമൊക്കെ അടയ്ക്കും. ഇത് നല്ല എരിവുള്ള മുളകാ. ഓനെ ഇരുന്നില്ല, എന്റെ വരല്ല. എനിക്ക് ഇങ്ങനത്തെ വലിയ താല്പര്യമില്ല, മറ്റേതാ ഇഷ്ടം. പറഞ്ഞോടക്ക് ആൾക്കാർക്ക് അന്നൊക്കെ വേണ്ടേ, അന്നോ പഠിച്ച ആൾക്കാരൊക്കെ ഉണ്ടേ. വൈകുന്നേരം ആകുമ്പോഴേക്കും ആള് തടിയെടുക്കും. ഇത് നിങ്ങളെ തിരക്കാൻ ഞങ്ങളെ നല്ല രസമാണ്. സിന്ധേച്ചിക്ക് ആദ്യമായിട്ട് തിന്നണം സിന്ധേച്ചി. അതുകൊണ്ട് എന്തോ ഒരു നോക്കാം. എങ്ങനെയുണ്ട്? അടിപൊളിയാ. മധുരം മറ്റേ കമ്പത്തിനകത്ത് തിന്നാൻ കഴിയില്ല.
ഇഷ്ടമല്ലാത്ത ഞങ്ങൾക്ക് എനിക്ക് അപ്പം ഇഷ്ടം ഇഷ്ടമല്ലാതെ വെറുതെ അങ്ങനെ ടി വി തിന്നു അപ്പം ഞാൻ തരുന്നുണ്ടോ ചിന്തിച്ചേ ഇത് എന്ന് ഈ മാക്സി ഇട്ട് 3 വീഡിയോയിൽ ഇപ്പൊ ഈ മാക്സിയാ എന്താ സുഖാലേ പണ്ടേ ഓർഡർ പറഞ്ഞോളി ഇങ്ങോട്ട് ഉണ്ട് ടൊമാറ്റോ ഇഷ്ടം പോലെ കുറേ കളറുണ്ട്. പിന്നെ ഓള് കാണിച്ചില്ല ഓളിട്ട് അങ്ങനത്തെ കളർ തന്നെ പോണില്ല കുറഞ്ഞ റേറ്റിന്റെ ആണ്. ഒരു കൊല്ലം അതിനൊക്കെ കൊടുത്തിട്ട് ഒരു കൊല്ലം ഒരു കൊല്ലം കഴിഞ്ഞു അജ്രക്കില്. പക്ഷെ ഇപ്പൊ സാധനം കിട്ടല്ല നോക്കട്ടെ ബ്രോക്കറേറ്റ് അതുണ്ടാവും. അത് കാണിച്ചു കൊടുക്കട്ടെ അല്ലേ അജ്രക്കിന്റെ ഈ മോഡല് ഇത് പ്രിന്റ് കളറേ പോണില്ല. ഇത് കിട്ടിയാലൊക്കെ നല്ലതായി ഉണ്ടാവും ഈ അജ്രക്കിന്റെ പ്രിന്റ് ഞാൻ കിട്ടും നോക്കട്ടെ. കുറഞ്ഞ റേറ്റേ ഉള്ളൂ കളറും പോണില്ല. അപ്പൊ കുട്ടി അതിനുള്ള ഉപ്പൊക്കെ തേക്കുക ഞാൻ തേച്ചത്തിന് നല്ല എരുണ്ടെന്ന് തിന്നട്ടെ ഇഷ്ടമില്ല കേട്ടോ. എങ്ങോട്ടാ നമ്മള് പോണേ? ചക്കടായി ഞങ്ങള് കുഞ്ഞപ്പക്കാൻ്റെ വീട്ടിലേക്ക് ചക്കടാൻ പോവാട്ടോ. നമ്മള് വാടകയ്ക്ക് നിന്നേ വാടക വീട്ടിലേക്ക്. അപ്പോൾ ഇക്കുറി നമ്മൾ ഇവിടുന്ന് ചക്ക കൂട്ടം വയ്ക്കാൻ കൊണ്ടുപോയിട്ടില്ല. അപ്പോൾ കുറച്ച് ദിവസമായിട്ടുണ്ട് പറയുന്നത് ചക്ക ഇട്ട് കൊണ്ട് വന്നിട്ടെന്ന്. അപ്പം അപ്പുറത്തെ വീട്ടിൽ നിന്ന് തോട്ടിയൊക്കെ സംഘടിപ്പിച്ച് ചക്ക ഇടും. ഞാൻ അപ്പൂസാണ് ഇടുന്നത്. എടുത്തു ചക്ക തട്ടില്ല. അത് 2-3 ചാടിക്കോട്ടെ. അതെ പോരുന്ന വഴിക്ക് മറ്റേനെയും കൂട്ടി പോണതാ. അപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ തന്നെ അവിടെ തന്നെ നിന്നോട്ടെ. പോകുമ്പോഴെടുക്കാം അവിടെ വെക്കേ പോകുമ്പോഴെടുത്തോട്ടിയാ തോട്ടിനെ പേടിയാണ് പറയാം. അപ്പൊ ഞാനിങ്ങനെ ഇറങ്ങ് അടുത്തതാ അതിന് പോകാൻ കഴിയും എനിക്ക്. ഞാൻ വരാം എന്നിട്ട് കടത്തി പോവല്ലേ നമ്മളെ വീട്ടിക്ക്. നമ്മളെ വീടാണ് ഇട്ടത്. നമ്മൾ ചക്കട്ടിട്ട് ഇങ്ങോട്ട് വന്നു. വീട് നിൽക്കണ അരിനെല്ലിക്ക ഉണ്ടോ? ആ പൂത്തിട്ടുണ്ടല്ലോ അരിനെല്ലിക്കൊക്കെ നമ്മൾ പറിച്ചന്ന് ഉപ്പിലൊക്കെ ഇട്ടേച്ചെന്ന് ഇതുമെന്ന് കേട്ടോ പൂത്തിട്ടുണ്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളെ വീടാണ്. നമ്മളിവിടെയൊക്കെ ഇരുന്നിട്ട് ആ ചോറുണ്ടായിരുന്നത്. ഇവിടെ ഇരുന്നൊക്കെ നിരത്ത് കൂടെ ഇരുന്നിട്ട് ആ ചോറുണ്ടായിരുന്നത് കേട്ടോ. നമുക്ക് എപ്പോഴായാലും ഇത് നമുക്ക് പ്രത്യേക ഒരു ഓർമ്മ ഒരു ഇതാണ്. അത് പറഞ്ഞിരിക്കുന്നു ഞങ്ങളവിടെ. എൻ്റെ എവിടെയും ചക്ക ഉണ്ടായിട്ട് കേട്ടോ. വീട്ടിലാകുമ്പോൾ അന്ന് ചക്ക ഉണ്ടായിരുന്നില്ല നമ്മൾ നിന്നന്ന്. അപ്പോൾ അപ്പുറത്ത് താത്ത ഇന്ന് അടിച്ചൊക്കെ വാരി നേരേക്ക് പോയതാണെന്ന്. അപ്പോൾ പക്ഷേ നമ്മൾ റൂം തുറക്കാൻ ചാവി എത്തില്ല കേട്ടോ, പൂട്ടിയിട്ടതാണ്. പിന്നെ മഴ കൊള്ളണ്ടല്ലോ വിചാരിച്ച് താത്തയൊക്കെ ഓലക്കൊടിക്കെട്ടും ചകിരിക്കെട്ടും ഒക്കെ ഇങ്ങനെ ചാക്കിലാക്കി വെച്ചതാണ്. മഴ കൊള്ളാത്ത സ്ഥലത്ത് ഇത് നായക്കളെന്തെങ്കിലും കയറുന്നതിന് അടച്ചു വെച്ചതാ. അപ്പം നമ്മളെ സ്വന്തം വീട് തന്നെയാണ് ഇത് കേട്ടോ. 8 മാസം 9 മാസമൊക്കെ നിന്നിട്ടുള്ളൂ. പക്ഷെ എന്നാലും ഭയങ്കര ഒരു 8 വർഷം 80 വർഷത്തിൻ്റെ ഫീലാണ് നമുക്ക് ഇതിൽ പറയാനുള്ളത്. ഇവിടുന്ന് അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് അതിൻ്റെ ചായ വാങ്ങിയിട്ട് നമുക്ക് ഒരു ദിവസം കയറണം കേട്ടോ. അപ്പോൾ നമ്മളെ തോടുണ്ട് പുറത്ത്. തോട്ടില് വെള്ളം വരില്ലല്ലോ, മഴക്കാലം മഴ ഇല്ലല്ലോ. അവിടെ ആളല്ലോ വെള്ളം വരില്ല. ആളുണ്ടാകുമ്പോ വെള്ളം വരില്ല. ആളില്ലാതെ മഴ പെയ്യട്ടെ. അപ്പൊ നമ്മളെ പാലം നമ്മളെ തോട് ബാത്റൂം ജന്തുക്കളുണ്ടാവും. ഒന്നും പറക്കണ്ടല്ലേ, വേണ്ട. ഉപയോഗിക്കാത്ത ഒരു ജന്തുക്കളുണ്ടാവും. വീടിൻ്റെ ബാക്ക് ഭാഗം തേനീച്ചനെ പിടിക്കാൻ ചുമരുന്നലേന്ന് കേട്ടോ ഞാൻ ചിരട്ട പറ്റിച്ച് വെച്ചത്. ആ വീഡിയോക്ക് ഷോട്ടൊക്കെ ഉണ്ട്. തിരുമ്പണ കല്ല് എല്ലാം നമുക്കുണ്ട്. കണ്ടില്ലേ, നമ്മളിവിടെ വന്നപ്പോൾ നമ്മളൊന്ന് കാണിച്ചു എന്നുള്ളൂ കേട്ടോ. നമുക്കും കാണാം, എപ്പോഴാണോ കാണാൻ ആഗ്രഹിക്കുന്നത് അപ്പം നമുക്ക് വീഡിയോ എടുത്ത് നോക്കിയാൽ മതി. ഞങ്ങൾക്ക് തന്നെ പണിട്ടോ. ഷോട്ടൊക്കെ ഇവിടുന്ന് എടുത്തത് ഇങ്ങനെ കാണും ഇടയ്ക്കിടയ്ക്ക്. ഒക്കെ നമ്മൾ താത്താരെ വീട് തന്നെയാണ് കേട്ടോ. ഞാൻ പെരുന്നാളിന് ചോറൊക്കെ കൊണ്ടുവന്നേന്നു ഇവിടുന്ന്. ഇത് കൂടെ ആ ചോറ് കൊണ്ടുവന്നേന്നത്. ഒന്ന് പോവട്ടോ, നമുക്ക് ചക്ക ഉണ്ടാക്കണ്ടേ ചെന്നിട്ട്. വീട് ആ വീടിനോട് ചാറ്റ. ഞങ്ങൾ പിന്നെ വരാമല്ലേ. അപ്പോൾ നമ്മളെ വീട്ടിൽ
ചക്കെടുക്ക് ചക്ക കൂട്ടുണ്ടാക്കണ്ടേ ചെന്നിട്ട് ചക്കി ചക്കി ചക്ക കൂട്ടുണ്ടാക്കാൻ പറ്റൂലേ? കൂട്ടുണ്ടാക്കാൻ തന്നെയാണ് അത്. പഴുത്തിട്ടില്ല, പച്ചയാണ്, നല്ല മൂത്തുണ്ട്. ചക്ക കൂട്ടാനും കുറച്ച് ചിക്കൻ കറിയൊക്കെ ഉണ്ട്. നമുക്ക് ചക്കയും ചിക്കനും ഉണ്ട്. പിന്നെ സാമ്പാറുണ്ടായിരുന്നു. ഹോസ്പിറ്റലിൽ പോയപ്പോൾ വേഗം സാമ്പാറൊക്കെ ആക്കി വെച്ചിരുന്നു. ചക്കയ്ക്ക് ചക്ക കൂട്ടാൻ ഇറച്ചിട്ടുണ്ട്. അത് പറ്റും. കൂട്ടാൻ ചക്ക പൂളെ ഇറച്ചി വെക്കും പോലെ ചക്ക ഇറച്ചി വെക്കാൻ പറയുവനെ. അത് പറ്റും, ചെയ്ത് വെക്കുക. തോട്ടി എടുക്കണ്ട. അപ്പൊ അവിടെ ആയില്ലേ? മൂന്ന് ചക്കട്ട്, നാടൻ ചക്ക തന്നെ. 3 ചക്കട്ട്, 3 നമ്മള് കൊണ്ടുപോകും കേട്ടാ. അപ്പൊ നമുക്ക് അതിനും കിട്ടും കുറച്ച് ചോളൊക്കെ. വന്ന് പോയിട്ടാത്ത നമ്മളെ ചക്കേന്റെ കളർ നോക്കി. ചക്കച്ചോളന്റെ അമ്മ ചോറിന് പോവാണ്. ചുവന്ന ചോറല്ലമ്മ, ചുവന്ന ചക്കച്ചോളന്റെ വരിക്കച്ചക്കയാണ്. അപ്പോൾ ഇത് അരിഞ്ഞൊക്കെ കൊണ്ട് വെക്കട്ടെ. ഇത് കുറച്ച് വെക്കണുള്ളൂ, കുറച്ച് നാളെ വെക്കാറുണ്ടൊക്കെ അരിഞ്ഞിരിക്കുകയാണ്. ഞാൻ പഠിച്ചിട്ട് തന്നെ നാളെ അരിയപ്പോൾ ഇങ്ങനെ ചുള പറിച്ചിട്ട് ഫ്രിഡ്ജിലൊക്കെയാണ്. അപ്പോൾ ചിന്തിച്ച് നമുക്ക് അരിയാന്ന്. രണ്ടാം കൂടി ആകുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് തീർന്നോളൂല്ലേ. അപ്പോൾ ചക്കഞ്ഞി ഉണ്ടാക്കാട്ടത് അരിയട്ടെ. അവനോട് ചോദിച്ചു നോക്കേ മാറിയൊന്ന്. മാറിയിട്ടില്ല, തുടർന്ന് വന്നിരിക്കുക. ചോറിനൊക്കെ കഴിക്കണേ ചക്കഞ്ഞത്. ചോറ് വിളിക്കണേ ഇത് കൂടി നമുക്ക് സമയം വരും വിചാരിച്ചിട്ടേ. പിന്നെ 4 മണി ചായക്ക് അങ്ങനെ ഉണ്ടാക്കാം. കട്ടനും ഇങ്ങനെയൊക്കെ എല്ലാവരും തിന്നലുള്ള സ്വഭാവമുള്ളല്ലേ. ചക്കയും ചായയും പൂളയും ചായയും അതേപോലെ തന്നെ നമ്മളും ചക്കയും കട്ടൻ ചായയും. എങ്ങോട്ടാ പോണേ? മത്തിയാണ് കേട്ടോ. ഞാൻ തിന്നല്ലോ സന്തോഷം. നിന്ന് കൊല്ലി കുടുങ്ങിയാന്ന് ഓടി. മത്തി വറുത്തതുണ്ടായിരുന്നു, അതും കൂട്ടി തിന്നാണ്. രസമാണല്ലേ മീന്. മത്തി പൊടി ചക്കേനെ നല്ല സമയത്താ ചോദിക്കണേ. ഏതിലും പാടിയാ മതി. ഏതില് അതന്നെ എല്ലാവർക്കും കൊണ്ടും പാടിക്കും. ചക്കക്കൂട്ട ഓന് വേണ്ടാന്ന്. ഓന് വെള്ളം വെച്ചത് ചോറിന് തിന്നാൻ നല്ല ഇഷ്ടമാണ്. ഇങ്ങനെ കാണുമ്പോൾ കുഴപ്പമില്ല. കാണുന്നതിന് കുഴപ്പമൊന്നുമില്ല. തടി കൊണ്ട് വയ്യ. എന്തോ പറയും, എന്തോ പറയാനൊന്നുമില്ല. നല്ലോണം വർത്തമാനം പറയാൻ പറയുന്നുണ്ട്. സന്ധ്യച്ച് കുറച്ച് ദിവസം വരുന്നാട്ടോ. ഇങ്ങനെയാണ് വരുന്ന ആന്റി വരുന്ന ആന്റിക്ക് ഉണ്ടായിരുന്നു. എന്തോ വേണ്ടോ? എന്താ കയ്യില് എന്തോ വേണ്ടത്? എന്തോ പറയണ്ടെന്നാ ചോദിക്കണേ. എന്തേലുമൊക്കെ പറഞ്ഞോട്. ഇന്നലെ പറഞ്ഞ വർത്താനം പറഞ്ഞല്ലേ. ഇന്നലെ അപ്പൂസിന് നല്ല കമന്റാ, ഇഷ്ടംപോലെ സംസാരിച്ചു പറഞ്ഞിട്ട്. അന്ന് തോന്നെ ആ തൊണ്ടയ്ക്ക് പ്രശ്നമുണ്ട്, അലർജിന്റെ. അപ്പൊ അതുകൊണ്ട് ഭയങ്കര ഇറങ്ങാറുണ്ട്. പക്ഷെ ഒരു അതും പറയില്ല നമ്മളടുത്ത് തുറന്ന്. അതുകൊണ്ട് ആ കുടിക്കണ്ടല്ലോ, അത്ര കൊടുത്താൽ മതി. ചുക്ക് കാപ്പി കൊടുക്കുക. ഒന്നും വർത്താനം പറഞ്ഞിട്ട് നിങ്ങൾ കേൾക്കൂല. ഇവർ രണ്ടാളൊന്നും മുണ്ടിട്ട് നിങ്ങൾ കേൾക്കൂല. സന്ധ്യയാണ് ഇപ്പൊ ഒറ്റയ്ക്ക് വർത്താനം പറഞ്ഞത്. സന്ധ്യ ചോദിക്കണ മുന്നേ പറഞ്ഞോളൂ. ചിന്തിച്ച് പറയാനൊന്നുമില്ല. കുറച്ച് ക്യാമറ ഓഫായി കഴിഞ്ഞാൽ ഞങ്ങൾ ഇവിടെ ഭയങ്കര വർത്താനാവും. ഇതിന്റെ കൂടെ എന്താ പറയാ, എന്താ കരുത്, എന്തൊക്കെ അങ്ങനെയൊക്കെയുള്ള ചിന്തയാണ്. നാളെ വരാട്ടോ. ബൈ.